മക്കളെ എവിടെയാ പോന്ന്? കളിക്കാൻ പോക്ക വല്യമ്മാവ. അടക്ക് അമ്മ അവനൊന്ന് ചോദിക്കട്ടെ. എവിടെയിരിക്ക മക്കൾ എന്ത് കളിക്കാനും പോകുന്നത്? ക്രിക്കറ്റ്. ക്രിക്കറ്റാ? ആയാലൊരു കളിയാടോ. കളിയെല്ലാം പണ്ടല്ലേ, പന്തിനെ കൊണ്ട്. വല്യമ്മാവാ ഈലും പന്തുണ്ട്. എന്ത് പന്ത്? ആരാൻ്റെ ഉണക്ക് റബ്ബറിനെ കൊള്ളിട്ട പന്താ? അതൊന്നുമല്ല, നല്ല പച്ച പന്ത്, പച്ച ഓലേനെ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ പന്ത്. ആ കാലെല്ലാം പോയില്ലേ. വല്യമ്മാവ എന്നാ പായസം. കൊള്ളാലോ. സേമിയ ആ നിങ്ങൾ കഴിച്ചോ പായസം? ഓ ഇതാ പായസം. പായസമെല്ലാം പണ്ടേനും പായസം. അന്ന് വല്യമ്മാവാ അന്നത്തെ പായസത്തെ പഞ്ചസാരയില്ലെന്നു. എന്താടോ അജേഷേ, എന്തായി നിങ്ങളെ ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയല്ലോ? അതെയാ? ആ ഇരിക്ക്. ഈ വെള്ളി ശനിയാഴ്ച പരിപാടി കേട്ടാ. അറിയാലോ, പിന്നെ ഉത്രാടത്തിന് തിരുവോണത്തിലാണ് പരിപാടി. അപ്പൊ നിങ്ങൾ നേരത്തെ എത്തിയാലോ? ക്ലബൊക്കെ പണ്ടേനു. ഇപ്പൊ എന്ത് ക്ലബ് വന്നിന്? നമ്മളെ ക്ലബിന്റെ പേരറിയണ നിങ്ങൾക്ക്? കളിക്കൂട്ടുകാർ. ഇപ്പോഴത്തെ ക്ലബിലെല്ലാം MDMA DMA പരിപാടിയല്ലേ നടക്കുന്നത്. അത് പിന്നെ നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ലപ്പാ. നിങ്ങൾ അടിപൊളിയല്ലേ? അതപ്പോ അറിയാലോ, ഉത്രാടത്തിനും തിരുവോണത്തിനും നേരത്തെ എത്തിയേക്കണം. പിള്ളേരെല്ലാം കൂട്ടി സെറ്റ് ആയിട്ട് വേണം കേട്ടോ. അടിച്ചു കൊടുക്കണം. ഓക്കെ ആ പണ്ട് ഓണത്തിന് വെള്ളടിച്ചോടെ കിടന്ന ടീമാണ് ഉദ്ദേശിക്കാൻ മതി. വല്യമ്മാവന്റെ ഫോൺ ഏതാ? അമ്മ ഏതാണെന്നോ? ഫോണല്ലോ, പണ്ടേനും ഫോൺ. ഓ പണ്ട് ഫോണില്ലല്ലോ. ആ ഇല്ല ഇല്ല. വല്യമ്മാവന് കൂട്ടുകറി ഇഷ്ടമല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. മോളെ കൂട്ടുകറി നന്നായിട്ടുണ്ട്, ഗംഭീരം. എല്ലാ കൂട്ടും കൂട്ടായിട്ട് നല്ല കൂട്ടായി വരെ വന്നിട്ടുണ്ട്. ഇതന്നെ കൂട്ടുകറി. വല്യമ്മാവാ കൂട്ടുകറീൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഓണാഘോഷം. അതിൽ കൂട്ടായ്മയും ഒത്തൊരുമയും ഉണ്ടെങ്കിലേ പണ്ടത്തെ ഓണാഘോഷമാണെങ്കിലും ഇപ്പോഴത്തെ ഓണാഘോഷമാണെങ്കിലും അടിപൊളിയാണ്. പക്ഷെ ഒന്നേ ഉള്ളൂ, ഒത്തൊരുമയും വേണം, കൂട്ടായ്മയും വേണം. അത്രേ ഉള്ളൂ. വല്യമ്മാവോ അപ്പോ അങ്ങനെയല്ലേ? ശരിയാ. കൂട്ടായ്മ ഉണ്ടെങ്കിൽ പണ്ടായാലും ഇന്നായാലും എപ്പായാലും ഓണം പൊന്നോണം തന്നെയാണ്.